ഹോർമൂസിൽ വീണ്ടും ശക്തമായ US ആക്രമണം. ഇറാന്റെ 7 ചെറു മിസൈൽ ബോട്ടുകൾ US ആക്രമണത്തിൽ തകർന്നതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹോർമൂസിൽ തടഞ്ഞിട്ട കപ്പലുകൾ കടത്തിവിടുന്നതിനാരംഭിച്ച പ്രോജക്ട് ഫ്രീഡം നീക്കത്തിന്റെ ഭാഗമായാണ് US ആക്രമണം. പ്രൊജക്ട് ഫ്രീഡം പദ്ധതിയുടെ ഭാഗമായി ഹോർമൂസിൽ കുടുങ്ങിയ ദക്ഷിണ കൊറിയൻ കപ്പലിന് കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കുന്നതിനിടെയാണ് ഇറാന്റെ മിസൈൽ ബോട്ടുകൾ തകർത്തത്. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച കപ്പലുകളെ ഇറാൻ ബോട്ടുകൾ ആക്രമിച്ചതായും ട്രംപ് സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് US നാവികസേന ശക്തമായ പ്രത്യാക്രമണം നടത്തുകയായിരുന്നു. സൈനിക നടപടിയിൽ 7 മിസൈൽ ബോട്ടുകൾ US തകർത്തു. പ്രൊജക്ട് ഫ്രീഡം 4-ാം തീയതി രാവിലെ മുതൽ നടപ്പാകുന്നതായി ട്രംപ് അറിയിച്ചിരുന്നു. ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് വിദേശ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇന്നലെ തന്നെ UAEക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഫുജൈറയിലെ വ്യവസായ കേന്ദ്രം ആക്രമണത്തിൽ തീപിടിക്കുകയും ചെയ്തു. 3 മിസൈലുകളാണ് UAEയിലേക്ക് അയച്ചത്. മിസൈലുകൾ UAE പ്രതിരോധിച്ചെങ്കിലും പ്രത്യാക്രമണം അനിവാര്യമെന്ന നിലപാടിലാണ് ആ രാജ്യം. കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.